പ്രണാമം, എല്ലാവർക്കും പ്രണാമം. ഇക്കുറി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ട ചെറിയ നിർദ്ദേശങ്ങളും വിവരണങ്ങളും തരാൻ വേണ്ടിയിട്ടാണ്. എന്തിനെക്കുറിച്ചെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ ഓച്ചിറയിൽ മാർച്ച് 27 നടക്കുന്ന മഹാസിദ്ധ പരമ്പരയുടെ സംഗമം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. സിദ്ധരല്ല, 18 സിദ്ധന്മാരുടെ പരമ്പരയുടെ സംഗമം. അതിൽ 18 സിദ്ധന്മാരുടെ പരമ്പര വരണമെന്നില്ല, വരാൻ പറ്റത്തുമില്ല. അതിൽ പ്രധാനമായിട്ടുള്ളത് അഗസ്ത്യരുടെ പരമ്പരയാണ് വരുന്നത്. എന്താണ് നമ്മൾ മാർച്ച് 27 തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഗുരുനാഥൻ ചിങ്ങോലി ആശ്രമം സ്ഥാപിച്ചിരിക്കുന്ന ശിവപ്രഭാകര സിദ്ധയോഗിയാണ്. ആ ശിവപ്രഭാകര സിദ്ധയോഗി തിരുവടികളുടെ 762ാമത് ജന്മദിനമാണ് ഈ വരുന്ന മാർച്ച് 28. അതുകൊണ്ട് ഒരു ഗുരുവിനെ എന്താണ് എന്ന് ലോകം അറിയണമെങ്കിൽ ആ ഗുരുവിൻ്റെ കർമ്മങ്ങളും അത് അനുഷ്ഠിക്കുന്ന പരമ്പര ഉണ്ടായിരിക്കണം. ഇവിടെ അതിൻ്റെ പരമ്പരയുണ്ട്. അത് പ്രധാനമായിട്ട് ഗുരു കണക്കാക്കിയിരിക്കുന്ന യോഗയും ആയുർവേദവുമാണ്. വൈദികതയ്ക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഹോമാദികൾക്കും. അതുകൊണ്ട് നമ്മൾ 50 കൊല്ലമായിട്ട് ഈ ആത്മീയ നവസിൽ ചെറുതായിട്ട് നമ്മുടെ പ്രവർത്തികൾ ചെയ്ത് ആ ഒരു ഗുരു മാർഗം ബലപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു ആശ്രമമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ സദ്ഗുരു രമാദേവി അമ്മ ശിവപ്രഭാകര സിദ്ധയുടെ പ്രധാന ശിഷ്യ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സിദ്ധ പരമ്പര തന്നെ വേണം. സിദ്ധർ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആ യോഗികളോ അതിനപ്പുറമോ അറിയാം. അതിൽ ദൈവം കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെതായ ആ സിദ്ധികൾ, ഈശ്വര സിദ്ധികൾ, ബ്രഹ്മത്തിൻ്റെ സിദ്ധികൾ, അത് 90% ഇവർക്ക് അലോട്ട്മെൻ്റ് ഉണ്ട്, ഇവർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത്രയ്ക്കും പ്രാപ്തരാണ്. ഇവരുടെ ഒരു ലോകം തന്നെയുണ്ട്. ഈ 18 സിദ്ധന്മാരും നമുക്ക് തമിഴ്നാട്ടിലാണ്, തായ്നാടെന്ന് പറയും. അതിൽ പെട്ട ഒതികമല എന്ന് പറയുന്ന ബോധിമല, അഗസ്ത്യർകുളം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്കിപ്പോൾ ഇക്കുറി നമ്മൾ ക്ഷണിച്ച് വരുന്നത് അഗസ്ത്യ പരമ്പരയിൽപ്പെട്ട പ്രധാനിയായ ഒരു മഹർഷി എന്ന് തന്നെ പറയാം അദ്ദേഹത്തിന്. അദ്ദേഹം വീരരാഘവൻ സ്വാമി തിരുവടികളാണ്, കുംഭകോണമാണ്. അവിടെ നമ്മൾ അഗസ്ത്യ പരമ്പരയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. 18 സിദ്ധർകളിൽ ദക്ഷിണ ഭാരതത്തിൽ ഇന്നും സാന്നിധ്യം ചെയ്യുന്ന പ്രധാന മഹർഷിയാണ് അഗസ്ത്യൻ. കുറേ അധികം ആളുകൾക്ക് അതറിയാം. അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തവർ വളരെ കുറവാണ്. അതിന് രാമായണത്തിൽ അദ്ദേഹത്തെ പരാമർശിച്ചിട്ടുണ്ട്, പ്രേതായി വരുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പരമ്പരയെ കൊണ്ട് എന്താണ് നമ്മളുടെ ഈ കലിയുഗത്തിലുള്ള നമ്മൾക്ക് പ്രയോജനം നമുക്കൊന്ന് ചിന്തിക്കാം. അദ്ദേഹം വൈദ്യശാസ്ത്രത്തിനൊക്കെ ഒത്തിരി സംഭാവനകൾ ചെയ്തിട്ടുള്ള മഹായോഗിയാണ് അഗസ്ത്യമുനി. പക്ഷെ അദ്ദേഹത്തിൻ്റെ നമ്മൾ അധികം അറിയപ്പെടാത്ത ഒരു സംഭവമുണ്ട്, അതാണ് താളിയോലകൾ. ഒരു ജീവൻ പൂർവ്വജന്മത്തിൽ ആരായിരുന്നെന്നും ഈ ജന്മം എന്തായിട്ട് തീരുമെന്നും ആ ജീവൻ്റെ ഗതാഗതം കൃത്യമായിട്ട് ഗണിച്ച് ഓലകളിലാക്കി കുംഭകോണം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ആ വൈത്തീശ്വരൻ കോവിലിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ. അത് അത്ഭുതകരമായൊരു സംഭവമാണ്. അത് എന്താണെന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാനൊന്നും സാധാരണക്കാരായി നമുക്ക് പറ്റത്തില്ല. പക്ഷെ അവിടെ ശിവവാക്യം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ഈ താളിയോലകളിലെ നിഗൂഢമായിരിക്കുന്ന ഭാഷ മനസ്സിലാക്കി അത് പറഞ്ഞു തരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരാളിനെ നമ്മളിവിടെ വരുത്തുന്നുണ്ട് ഓച്ചിറയിലെ 27ാം തീയതി സമ്മേളനത്തിൽ. കാരണം എല്ലാ മനുഷ്യനും കഷ്ടപ്പെടുന്ന പൂർവ്വജന്മത്തിലെ ചില ദുരിതങ്ങളും ചില പാപഫലങ്ങളും തന്നെ അതിന് പറയാം. അപ്പോൾ അത് ആ പൂർവ്വജന്മാർജിതം പാപം യാതിരൂപേണ വർത്തത തൽശാന്തി രക്ഷ തപ ഹോമാദിവിന. അപ്പോൾ ചികിത്സ ചെയ്തിട്ട് വലിക്കുന്നില്ല, എന്ത് പാടുപെട്ടിട്ട് ജീവിതം വരുന്നില്ല. അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഓലകൾ പരിശോധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്വാമിയാണ് വീരരാഘവൻ സ്വാമി. അദ്ദേഹം ഒരു ജമീന്ദാരാണ് തമിഴ്നാട്ടിൽ. പക്ഷേ കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു ഓഫീസർ ആസ്ഥാനമൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കണ്ട് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും വരാൻ നേരിട്ടുണ്ട്. അദ്ദേഹത്തെ ഹിമാലയം നിങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ ഹിമാലയത്തിലേക്ക് പോകേണ്ടതിന് വരും. അത്രയ്ക്ക് വലിയ ഒരാളിനെ നിങ്ങൾക്ക് സമ്പർക്കം ചെയ്യാനും സംശയങ്ങൾ ചോദിക്കാനും വേണ്ടി വന്നാൽ ഇടപെടാനും വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് ഈ മാർച്ച് 27. അത് ഞാൻ തുറന്നു തരികയാണ്. എൻ്റെതായ അനുഭവങ്ങളിലൂടെ അത് പ്രയോജനപ്പെടും ജനങ്ങൾക്കെന്ന് കണ്ടിട്ടാണ് അത് തുറന്നു തരുന്നത്. രണ്ടാമത് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. അതും അഗസ്ത്യ എന്ന് പറയുമ്പോൾ ഭഗവാൻ ശിവനിൽ നിന്ന് നേരിട്ട് ഉപദേശം കിട്ടിയ പ്രധാനപ്പെട്ട 8 പരമ്പരയിൽ 8 സിദ്ധർകളിൽ പ്രധാനിയാണ്. ഇവിടെ ചാകാകല എന്ന് പറയുന്ന ഒരു നിഗൂഢ ശാസ്ത്രമാണ്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അതങ്കോട്ടാശാൻ എന്ന് പറഞ്ഞ് അഗസ്ത്യ പരമ്പരയിൽപ്പെട്ട ഒരാളുണ്ട്. അതങ്കോട്ടാശാൻ അദ്ദേഹത്തിൻ്റെ പ്രധാന പരമ്പരയിൽ പെട്ട ഒരു ശിഷ്യൻ വരികയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് വന്നിട്ട് പത്മാനന്ദഗിരി എന്നാണ്. ഒഫീഷ്യൽ നെയിം ഡോക്ടർ സുനിൽ ബാബു എന്നാണ് പറയുന്നത്, ശരയോഗി എന്ന് പറയും. ഈ ചാകാകല എന്ന് നമ്മൾ വിചാരിക്കുന്നത് പ്രാണനെ എങ്ങനെ സംരക്ഷിക്കാം,
ഇത് ഇത്രയും വലിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത്രയും വലിയ കാര്യമാണ്. അപ്പം അതിൽ മാസ്റ്റർ ചെയ്തിരിക്കുന്ന ആളാണ് അദ്ദേഹം. വരുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് സമ്പർക്കം ചെയ്യാനായിട്ടുള്ള അവസരം കിട്ടും. അദ്ദേഹത്തിനെ ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം 27-ാം തീയതി ഇട്ട്. കാരണം എന്താ, ഭഗവാൻ പ്രഭാകര സിദ്ധിയോഗി എന്ന് പറയുന്ന എല്ലാ മഹർഷിമാർക്കും അറിയാവുന്ന സിദ്ധരാണ്. നമ്മുടെ കേരളത്തിൽ കാലടി അപൂർവന് ജനിച്ചിട്ട് ഇപ്പോഴും സാന്നിധ്യം ചെയ്തുകൊണ്ട് 762-ാമത്തെ ജന്മദിനമാണ്. അത് മഹർഷീശ്വരന്മാർക്കൊക്കെ അറിയാം. ഈ ഋഷിപദത്തെ അന്വേഷിക്കുന്ന കുറേ ആൾക്കാർക്കും അറിയാം. അതുകൊണ്ടാണ് അവർ വരുന്നത്. പിന്നെ വരുന്നവരെ ഞാൻ ഏറ്റവും കൂടുതൽ രാംദാസ് പാലക്കാട് എന്ന് പറയും. അദ്ദേഹം 2012 തൊട്ട് ഇദ്ദേഹം മഹാമഹർഷിയാണ്. കന്യാകുമാരി തൊട്ട് ഹിമാലയം വരെ പദയാത്ര ചെയ്ത് ഈ ഇത്രയും വർഷം 2012 തൊട്ട് 2025 അദ്ദേഹം സന്യാസവൃത്തിയോ ഋഷിവൃത്തിയോ എന്താണ് അദ്ദേഹം സമ്മാനിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. അദ്ദേഹം ഇങ്ങോട്ട് തന്നെ സമ്മതിച്ചിരിക്കുകയാണ് വരാൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യര് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ വിശിഷ്ട വ്യക്തികളാണ് വരുന്നത്. പിന്നെ ധാരാളം ഡോക്ടർ ശ്രീമാർ പൂന്തറസിദ്ധര് കടലിലേക്ക് ഇറങ്ങിപ്പോയി സമാധിയായെന്ന് പറഞ്ഞിട്ട് പിന്നെയും കണ്ട ആളാണ്. ഡോക്ടർ ശ്രീമാറിൻ്റെ ആശ്രമത്തിൻ്റെ സെക്രട്ടറി കൂടാണ് തിരുവനന്തപുരം പൂന്തറ ആശ്രമത്തിൽ. ഇങ്ങനെ ആ തക്കല ആണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. നമ്പിമലയിലെ മധുസൂദന മൗനഗുരുസ്വാമി, പിന്നെ ഈത്താമൊഴിയിൽ കന്യാകുമാരിയിലെ കോമ്പസ്വാമി, പേർ മുഹമ്മദ്, ഇങ്ങനെ വിവിധപ്പെട്ട പരമ്പരപ്പെട്ട അവരുടെയൊക്കെ ഒരാളാണ് ഡോക്ടർ ശ്രീമാൻ. ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇത്രയും പേരെ തന്നെ നമുക്ക് ഉണ്ടെന്ന് ഇവരെ നമുക്ക് പരിചയപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഏകദേശം ഒരു 50% നമുക്ക് ചോദിക്കുകയും സംശയ നിവാരണത്തിനുള്ള ഒരു അവസരം കിട്ടും. ആ അവസരം ഞാൻ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്. മാർച്ച് 27-ന് നമ്മുടെ ഓച്ചിറ ഉണ്ടികാവിലുള്ള ആ ചെറിയ ഹാള് കോൺഫറൻസ്